പ്രിയ സ്നേഹിതരെ, ഞാൻ ഡാനിയലച്ചനാണ്. എല്ലാവർക്കും സന്തോഷമാണ് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 1 വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് ധ്യാനിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഈ തിരുവചന വായന നിങ്ങളുടെ പക്കലേക്കെത്താൻ അണിയറയിൽ കൈകോർക്കുന്നത് അസെൻഷൻ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ പാരായണത്തിന് ജെഫ് കെവിൻസ് എന്ന ബൈബിൾ പണ്ഡിതൻ തയ്യാറാക്കിയ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത്. ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ വചന വായനയ്ക്ക് ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. വചന വായനയിലേക്ക് കടക്കാം. ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ പുറപ്പാട് പുസ്തകം അധ്യായം 3, ലേവ്യരുടെ പുസ്തകം അധ്യായം 2, 3, സങ്കീർത്തനങ്ങൾ 45. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. പുറപ്പാട് അധ്യായം 3. മോശ തൻ്റെ അമ്മായിപ്പനായ മിദ്യാനിലെ പുരോഹിതൻ ജെത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ മരുഭൂമിക്കപ്പുറത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറേബിലേക്ക് വന്നെത്തി. അപ്പോൾ മുൾപ്പടർപ്പിൻ്റെ മധ്യേ അഗ്നിജ്വാലയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ കണ്ടു, അതാ മുൾപ്പടർപ്പ് അഗ്നിയാൽ എരിയുന്നു, എങ്കിലും ആ മുൾപ്പടർപ്പ് ചാമ്പലാകുന്നില്ല. അപ്പോൾ മോശ ആത്മഗതം ചെയ്തു, ഞാൻ അങ്ങോട്ട് ചെന്ന് ഈ മഹാദൃശ്യം കാണട്ടെ, എന്തുകൊണ്ട് മുൾപ്പടർപ്പ് എരിഞ്ഞമരുന്നില്ല? അവനത് കാണാൻ തിരിയുന്നുവെന്ന് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോശേ, മോശേ. അവൻ പറഞ്ഞു, ഇതാ ഞാൻ. അവിടുന്ന് അരുൾ ചെയ്തു, ഇങ്ങോട്ടടുക്കരുത്, നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പുകൾ അഴിക്കുക, എന്തെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ നിലമാണ്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, ഞാൻ നിന്റെ പിതാവിൻ്റെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. ദൈവത്തെ വീക്ഷിക്കാൻ ഭയപ്പെട്ടതുകൊണ്ട് മോശ മുഖം മറച്ചു. വീണ്ടും കർത്താവ് അരുൾ ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ദുരിതം ഞാൻ കാണുക തന്നെ ചെയ്തിരിക്കുന്നു. അതിൻ്റെ മേൽനോട്ടക്കാർ മൂലമുള്ള അവരുടെ രോദനം ഞാൻ കേട്ടിരിക്കുന്നു. തീർച്ചയായും അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും ആ നാട്ടിൽ നിന്ന് നല്ലതും വിസ്തൃതവുമായ ഒരു നാട്ടിലേക്ക്, തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക്, കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാനുമാണ്. ഇപ്പോൾ ഇതാ ഇസ്രായേല്യരുടെ രോദനം എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ അടിച്ചമർത്തുന്ന മർദ്ദനം ഞാൻ കാണുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നീ ഇപ്പോൾ പോകുക, ഞാൻ നിന്നെ ഫറവോയുടെ അടുത്തേക്ക് അയക്കുന്നു. എൻ്റെ ജനമായ ഇസ്രായേല്യരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് ചോദിച്ചു, ഫറവോയുടെ പക്കൽ പോകാനും ഇസ്രായേല്യരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ നിന്നോടുകൂടെ തീർച്ചയായും ഉണ്ടായിരിക്കും. ഞാൻ തന്നെയാണ് നിന്നെ അയക്കുന്നതെന്നതിന് ഇതായിരിക്കും നിനക്കുള്ള അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ശുശ്രൂഷിക്കും. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേല്യരുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ എന്നോട് ചോദിക്കും, അവിടുത്തെ പേരെന്താണ്? അപ്പോൾ ഞാൻ അവരോട് എന്തു പറയും? ദൈവം മോശയോട് അരുൾ ചെയ്തു, ഞാൻ ആയിരിക്കുന്നവൻ ആയിരിക്കും. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, ഇസ്രായേല്യരോട് നീ ഇങ്ങനെ പറയണം, ആയിരിക്കുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ദൈവം മോശയോട് വീണ്ടും അരുൾ ചെയ്തു, ഇസ്രായേല്യരോട് നീ ഇങ്ങനെ പറയണം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമം, ഇതാണ് തലമുറ തലമുറയിലേക്കുള്ള എൻ്റെ ഓർമ്മ. നീ പോയി ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി അവരോട് പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നോട് അരുൾ ചെയ്തിരിക്കുന്നു. നിങ്ങളെയും ഈജിപ്തിൽ നിങ്ങളോട് ചെയ്യപ്പെടുന്നതും ഞാൻ തീർച്ചയായും സന്ദർശിച്ചിരിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈജിപ്തിലെ ദുരിതത്തിൽ നിന്ന് കാനാന്യരുടെയും ഹിത്യരുടെയും അമോര്യരുടെയും പെരീസ്യരുടെയും ഹിവ്യരുടെയും ജബൂസ്യരുടെയും നാട്ടിലേക്ക്, തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. അവർ നിന്റെ സ്വരം ശ്രവിക്കും. അനന്തരം നീയും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരും ഈജിപ്ത് രാജാവിൻ്റെ അടുക്കൽ ചെല്ലണം. നിങ്ങൾ അവനോട് പറയണം, എബ്രായരുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ പക്കൽ സന്നിഹിതനായിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ മരുഭൂമിയിൽ 3 ദിവസത്തെ യാത്ര പോകട്ടെ. എന്നാലും കരുത്തുറ്റ കരത്താലല്ലാതെ ഈജിപ്ത് രാജാവ് നിങ്ങളെ പോകാൻ അനുവദിക്കുകയില്ലെന്ന് എനിക്കറിയാം. എൻ്റെ കരം നീട്ടി ഈജിപ്തിൻ്റെ മധ്യേ ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ അത്ഭുതങ്ങൾ കൊണ്ടും ഞാൻ അതിനെ പ്രഹരിക്കും. അതിനുശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും.
ഈജിപ്തുകാരുടെ ദൃഷ്ടികളിൽ ഈ ജനത്തോടുള്ള പ്രീതി ഞാൻ ഉളവാക്കും. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ ഒന്നുമില്ലാത്തവരായി പോകേണ്ടി വരില്ല. ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും അവരുടെ വീട്ടിലെ അതിഥിയോടും സ്വർണ്ണ ഉരുപ്പടികളും വെള്ളി ഉരുപ്പടികളും വസ്ത്രങ്ങളും ആവശ്യപ്പെടണം. അവ നിങ്ങളുടെ പുത്രീപുത്രന്മാരെ അണിയിക്കണം. അങ്ങനെ നിങ്ങൾ ഈജിപ്തുകാരെ കൊള്ളയടിക്കണം. ലേവ്യർ അധ്യായം 2. ഒരാൾ കർത്താവിന് ധാന്യക്കാഴ്ച അർപ്പിക്കുമ്പോൾ നേരിയ മാവായിരിക്കണം അവൻ്റെ കാഴ്ചവസ്തു. അവൻ അതിന്മേൽ എണ്ണയൊഴിക്കണം, അതിന്മേൽ കുന്തിരുക്കമിടുകയും വേണം. അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ പക്കൽ അവനത് കൊണ്ടുചെല്ലണം. അവിടെ വച്ച് പുരോഹിതൻ അതിൻ്റെ നേരിയ മാവിൽ നിന്നും എണ്ണയിൽ നിന്നും കുന്തിരുക്കം മുഴുവനോടും കൂടെ തൻ്റെ കൈപ്പിടി നിറയെ കോരി അതിൻ്റെ സ്മരണാംശമായി ബലിപീഠത്തിൽ ധൂമിക്കണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമാണത്. ധാന്യയാഗത്തിൽ നിന്ന് കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണങ്ങളിൽ നിന്ന് അതിവിശുദ്ധ വസ്തുവായി ശേഷിക്കുന്നത് അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കുമുള്ളതാണ്. അടുപ്പിൽ ചുട്ട ധാന്യക്കാഴ്ചയാകുമ്പോൾ എണ്ണ ചേർത്ത നേരിയ മാവിൻ്റെ പുളിപ്പില്ലാത്ത വടകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടകളുമായിരിക്കണം നീ കാഴ്ചവെക്കുന്നത്. ചട്ടിയിലുള്ള ധാന്യക്കാഴ്ചയാണ് നിന്റെ കാഴ്ചവസ്തുവെങ്കിൽ അത് എണ്ണ ചേർത്ത നേരിയ മാവിൻ്റെ പുളിപ്പില്ലാത്ത അപ്പമായിരിക്കണം. അത് നീ നുറുക്കുകളായി മുറിച്ച് അതിന്മേൽ എണ്ണയൊഴിക്കണം. അത് ധാന്യയാഗമാണ്. നിന്റെ കാഴ്ചവസ്തു വറചട്ടിയിലെ ധാന്യയാഗമാണെങ്കിൽ എണ്ണ ചേർത്ത നേരിയ മാവ് നീ ഉപയോഗിക്കണം. ഇവ കൊണ്ട് കർത്താവിനായി പാകപ്പെടുത്തിയ ധാന്യയാഗം നീ കൊണ്ടുവന്ന് പുരോഹിതന്റെ പക്കൽ സമർപ്പിക്കണം. അവനത് ബലിപീഠത്തിങ്കലേക്ക് എത്തിക്കും. പുരോഹിതൻ ധാന്യയാഗത്തിൽ നിന്ന് അതിൻ്റെ സ്മരണാംശം ഉയർത്തി ബലിപീഠത്തിൽ ധൂമിക്കണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമാണത്. ധാന്യയാഗത്തിൽ നിന്ന് കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണങ്ങളിൽ നിന്ന് അതിവിശുദ്ധ വസ്തുവായി ശേഷിക്കുന്നത് അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കുമുള്ളതാണ്. കർത്താവിന് നിങ്ങൾ കാഴ്ചവെക്കുന്ന ധാന്യസമർപ്പണമൊന്നും പുളിപ്പ് ചേർത്ത് ഉണ്ടാക്കപ്പെടരുത്. എന്തെന്നാൽ തേനാകട്ടെ പുളിപ്പാകട്ടെ അതിൽ നിന്നൊന്നും കർത്താവിന് നിങ്ങൾ അഗ്നിയിലുള്ള അർപ്പണമായി ധൂമിക്കാൻ പാടില്ല. ആദ്യഫല കാഴ്ചയെന്ന നിലയിൽ അവ കർത്താവിന് നിങ്ങൾ സമർപ്പിച്ചുകൊള്ളുവിൻ. എന്നാൽ സുരഭില പരിമളമായി അവ ബലിപീഠത്തിലേക്ക് ഉയരാതിരിക്കട്ടെ. നിന്റെ സകല ധാന്യക്കാഴ്ചകളും ഉപ്പുകൊണ്ട് നീ ലവണം ചേർക്കണം. നിന്റെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഉപ്പ് നിന്റെ ധാന്യയാഗത്തിൽ നിന്ന് നീ നീക്കം ചെയ്യരുത്. നിന്റെ ഓരോ കാഴ്ചവസ്തുവിലും നീ ഉപ്പ് സമർപ്പിക്കണം. ആദ്യഫലങ്ങളുടെ ധാന്യയാഗമാണ് കർത്താവിന് നീ കാഴ്ചവെക്കുന്നതെങ്കിൽ കതിർ തീയിലൊഴിഞ്ഞുതിർത്ത ധാന്യമണി നിന്റെ ആദ്യഫലങ്ങളുടെ ധാന്യയാഗമായി നീ കാഴ്ചവെക്കണം. അതിന്മേൽ നീ എണ്ണ ചേർക്കണം, അതിന്മേൽ കുന്തിരുക്കമിടുകയും വേണം. അത് ഒരു ധാന്യയാഗമാണ്. അതിൻ്റെ പൊടിയിൽ നിന്നും എണ്ണയിൽ നിന്നും അതിൻ്റെ സ്മരണാംശം കുന്തിരുക്കം മുഴുവനോടും കൂടെ പുരോഹിതൻ ധൂമിക്കണം. അത് കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണമാണ്. ലേവ്യർ അധ്യായം 3. സമാധാന ബലിയാണ് ഒരുവന്റെ കാഴ്ചവസ്തുവെങ്കിൽ അവൻ കാഴ്ചവെക്കുന്നത് കാലിക്കൂട്ടത്തിൽ നിന്ന് ആണിനെയോ പെണ്ണിനെയോ ആണെങ്കിൽ തികവുറ്റതിനെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടത്. തൻ്റെ കാണിക്ക മൃഗത്തിൻ്റെ തലയിൽ അവൻ കൈവച്ചിട്ട് സമാഗമ കൂടാര വാതിൽക്കൽ വെച്ച് അതിനെ അറക്കണം. രക്തം അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. സമാധാന ബലിവസ്തുവിൽ നിന്ന് കർത്താവിനവൻ അഗ്നിയിലുള്ള അർപ്പണം നടത്തണം. കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കുടലിനു മേലുള്ള സകല മേധസ്സും ഇരുവൃക്കകളും അവയ്ക്കുമേൽ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സും വൃക്കകൾക്കുമേൽ കരളിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പുപാളിയും അവൻ വേർതിരിച്ചെടുക്കണം. അഹ്റോന്റെ പുത്രന്മാർ അത് ബലിപീഠത്തിൽ അഗ്നിക്ക് മീതെ വിറകിന്മേലുള്ള ഹോമയാഗത്തിന്മേൽ ധൂമിക്കണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമാണിത്. കർത്താവിന് സമാധാന ബലിക്കായുള്ള ഒരുവന്റെ കാഴ്ചവസ്തു ആട്ടിൻകൂട്ടത്തിൽ നിന്നാണെങ്കിൽ തികവുറ്റ ആണോ പെണ്ണോ ആണ് അവൻ അർപ്പിക്കേണ്ടത്. ചെമ്മരിയാടിനെയാണ് തൻ്റെ കാഴ്ചവസ്തുവായി കൊണ്ടുവരുന്നതെങ്കിൽ അവനത് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം. തൻ്റെ കാണിക്ക മൃഗത്തിൻ്റെ തലയിൽ കൈവച്ചിട്ട് അവൻ അതിനെ സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ വെച്ച് അറക്കണം. അഹ്റോന്റെ പുത്രന്മാർ അതിൻ്റെ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. സമാധാന ബലിമൃഗത്തിൽ നിന്ന് കർത്താവിന് അവൻ അഗ്നിയിലുള്ള അർപ്പണം നടത്തണം. അതിൻ്റെ മേധസ്സും, അതായത് കൊഴുത്ത വാൽ പൂർണ്ണമായും അവനത് നട്ടെല്ലോട് ചേർത്താണ് വേർതിരിച്ചെടുക്കേണ്ടത്. കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കുടലിനു മേലുള്ള സകല മേധസ്സും ഇരുവൃക്കകളും അവയ്ക്കുമേൽ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സും വൃക്കകൾക്കുമേൽ കരളിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പുപാളിയും അവൻ വേർതിരിച്ചെടുക്കണം. പുരോഹിതൻ അത് കർത്താവിന് അഗ്നിയിലുള്ള ഭോജനാർപ്പണമായി ബലിപീഠത്തിൽ ധൂമിക്കണം. അവൻ്റെ കാഴ്ചവസ്തു കോലാടാണെങ്കിൽ അവൻ അതിനെ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കണം. സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ വെച്ച് അവൻ അതിൻ്റെ തലയിൽ തൻ്റെ കൈവച്ചിട്ട് അതിനെ അറക്കണം.
അഹറോന്റെ പുത്രന്മാർ അതിൻ്റെ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. കൂടാതെ അതിൽ നിന്ന് അവൻ തൻ്റെ കാഴ്ചവസ്തുവായി കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണം നടത്തണം. കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കുടലിന് മേലുള്ള സകല മേധസ്സും, ഇരുവൃക്കകളും, അവയ്ക്കുമേൽ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സും, വൃക്കകൾക്കുമേൽ കരളിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പുപാളിയും അവൻ വേർതിരിച്ചെടുക്കണം. പുരോഹിതൻ അവ ബലിപീഠത്തിൽ ധൂമിക്കണം. കർത്താവിന് സുരഭില പരിമളത്തിനായി അഗ്നിയിലുള്ള ഭോജനാർപ്പണമാണിത്. മേധസ് മുഴുവൻ കർത്താവിനുള്ളതത്രേ. ഒന്നിൻ്റെയും രക്തവും ഒന്നിൻ്റെയും മേധസ്സും നിങ്ങൾ ഭക്ഷിക്കരുത്. എല്ലാ വാസസ്ഥാനങ്ങളിലും നിങ്ങളുടെ തലമുറകൾക്കുള്ള ഒരു ശാശ്വത ചട്ടമാണത്. സങ്കീർത്തനങ്ങൾ 45. ഗായക നേതാവിന് ലില്ലികൾ എന്ന മട്ടിൽ കോരഹ്യരുടേത് പ്രബോധന ഗീതം, സ്നേഹിതകളുടെ ഗീതം. നല്ലൊരാശയത്താൽ എൻ്റെ ഹൃദയം ത്രസിക്കുന്നു. രാജാവിനോട് ഞാൻ എൻ്റെ കവിതകൾ ചൊല്ലട്ടെ. കഴിവുറ്റ ഒരെഴുത്തുകാരൻ്റെ തൂലികയാണ് എൻ്റെ നാവ്. നീ മനുഷ്യമക്കളിൽ ഏറ്റവും സുന്ദരൻ. നിന്റെ അധരങ്ങളിൽ പ്രസാദം ചൊരിയപ്പെട്ടിരിക്കുന്നു. ആകയാൽ ദൈവം നിന്നെ ശാശ്വതമായി അനുഗ്രഹിച്ചിരിക്കുന്നു. അല്ലയോ വീരപുരുഷ, നിന്റെ വാൾ അരയിൽ ധരിക്കുക. നിന്റെ പ്രതാപവും നിന്റെ പ്രാഭവവും തന്നെ. നിന്റെ പ്രാഭവത്തിലേക്ക് നീ കുതിക്കുക. സദ്വചനത്തിൻ്റെയും ശരിയായ എളിമയുടെയും പാതയിൽ സവാരി ചെയ്യുക. നിന്റെ വലതുകൈ നിന്നെ ഭീതത കൃത്യങ്ങൾ അഭ്യസിപ്പിക്കട്ടെ. ജനങ്ങൾ നിന്റെ കീഴിൽ നിപതിക്കും. രാജശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്റെ അമ്പുകൾ തറഞ്ഞു കയറും. നിന്റെ സിംഹാസനം, ദൈവമേ, എന്നേക്കുമുള്ളതാണ്. നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ പരമാർത്ഥതയുടെ ചെങ്കോലാണ്. നീതിയെ നീ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവം നിന്റെ ചങ്ങാതിമാരിൽ നിന്ന് നിന്നെ ആമോദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. നിന്റെ അങ്കികളെല്ലാം നറും പശയും ചന്ദനവും ലവംഗവുമാണ്. ദന്തകൊട്ടാരത്തിൽ നിന്നുള്ള തന്ത്രീവാദ്യങ്ങൾ നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ വിലപ്പെട്ടവരിൽ രാജകുമാരിമാരുണ്ട്. നിന്റെ വലത്തുവശത്ത് ഓഫീർ പൊന്നോടെ രാജ്ഞി നിൽക്കുന്നു. മകളെ കേൾക്കുക, ചെവിചായ്ച്ച് ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. രാജാവ് നിന്റെ സൗന്ദര്യം മോഹിക്കും. അവൻ നിന്റെ നാഥനാണല്ലോ, അവനെ വണങ്ങുക. ടൈർ പുത്രി, ജനത്തിൻ്റെ സമ്പന്നർ ഉപഹാരം കൊണ്ട് നിന്റെ മുഖം തരളിതമാക്കും. രാജകുമാരിയുടെ സമ്പാദ്യമെല്ലാം ആന്തരികമാണ്. അവരുടെ ഉടയാട സ്വർണ്ണക്കസവിൽ നിന്നുള്ളതാണ്. വർണ്ണശബളമായ അങ്കി അണിയിക്കപ്പെട്ട് രാജാവിൻ്റെ പക്കലേക്ക് അവൾ ആനീതയാകുന്നു. അവളുടെ അകമ്പടിയായുള്ള കന്യകമാരായ തോഴിമാർ നിന്റെ പക്കലേക്ക് ആനയിക്കപ്പെടുന്നു. സന്തോഷപ്രകടനങ്ങളോടും ആനന്ദത്തോടും കൂടെ ആനീതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്തായിരിക്കും. ഭൂമിയിലെങ്ങും നീ അവരെ പ്രഭുക്കന്മാരായി വാഴിക്കും. തലമുറ തോറും നിന്റെ നാമം അനുസ്മരിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും. ആകയാൽ ജനങ്ങൾ നിന്നെ നിത്യവും എന്നേക്കും പ്രകീർത്തിക്കും. പ്രിയമുള്ളവരെ, തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കാനായി ദൈവം മോശയെ വിളിക്കുന്നതാണ് ഇന്നത്തെ വായനയുടെ പ്രധാനപ്പെട്ട പ്രമേയം. മോശയുടെ അമ്മായിയപ്പൻ്റെ 2 പേരുകൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. റെവുവേലും ജത്രോയും. രണ്ടും ഒരേ ആളുടെ 2 പേരുകളാണ്. ജത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ മോശ എത്തിച്ചേരുമ്പോൾ മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. മോശയെ വിളിക്കുകയാണ്, മോശേ, മോശേ. ബൈബിളിൽ ഈ 2 പ്രാവശ്യം പേര് വിളിക്കുന്നത് ഡബിൾ കോളിംഗ് ശ്രദ്ധേയമാണ്. ഉദാഹരണത്തിന് യാക്കോബേ, യാക്കോബേ, മോശേ, മോശേ, മർത്ത, മർത്ത, ശിമയോൻ, ശിമയോൻ, സാവൂൾ, സാവൂൾ. ഇങ്ങനെ 2 പ്രാവശ്യം പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് വളരെ ശ്രദ്ധേയമായ രക്ഷയുടെ മുഹൂർത്തങ്ങളിലാണ്. അത് നിങ്ങളുടെ ഒരു സ്വകാര്യ പഠനത്തിനുള്ള ഒരു നിർദ്ദേശമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുകയാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ മോശയോട് പറയുന്നത് നിന്റെ പിതാക്കന്മാരുടെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് താനെന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നെ പരിചയപ്പെടുത്തിയത്. ഇത് രക്ഷാകര കഥയുടെ തുടർച്ചയെ അടയാളപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ബൈബിളിൽ. ഈജിപ്തിൽ പീഡനങ്ങളുടെ നടുവിൽ കഴിയുന്ന ജനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ കേട്ടു, ഞാൻ കണ്ടു, ഞാൻ അറിയുന്നു. ഇങ്ങനെ കേട്ടു, കണ്ടു, അറിയുന്നു എന്നൊക്കെ ദൈവം പറയുന്നത് ചില നേരങ്ങളിൽ നമ്മുടെ തീക്ഷ്ണ സഹനത്തിൻ്റെ അഗ്നിവേവുകളിൽ ഇതൊന്നും ദൈവം അറിയുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴൊക്കെ അതെല്ലാം ദൈവം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ സമയത്തിലും, ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ സമയത്തിലും ദൈവിക ഇടപെടലുകൾ അവയിലെല്ലാം ഉണ്ടാകും എന്ന ആശ്വാസം ഈ കണ്ടു, കേട്ടു, അറിഞ്ഞു എന്ന ദൈവിക വാക്കുകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. രക്ഷയുടെ
2 തലങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ഈജിപ്തിൽ നിന്ന് ജനത്തെ മോചിപ്പിക്കുക. 2, അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുക. മോചിപ്പിക്കുക, വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുക. സാൽവേഷൻ ഫ്രം ആൻഡ് സാൽവേഷൻ ഫോർ. വളരെ പ്രധാനപ്പെട്ട ഒരു ദിശാബോധം ഈ നിമിഷം മുതൽ വചനവായനയിൽ നാം രൂപപ്പെടുത്തേണ്ടതുണ്ട്. നമ്മെ ദൈവം വിമോചിപ്പിക്കുന്നത് എന്തിനാണ്? ദൈവം നമ്മെ വിമോചിപ്പിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്, ദൈവ കുടുംബത്തിൻ്റെ ഭാഗമാവാനാണ്. ഉൽപ്പത്തിയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, നമ്മൾ കണ്ടതാണ്, സൃഷ്ടി വിവരണം അവതരിപ്പിക്കപ്പെട്ടത് ദൈവ ആരാധനയുടെ ദിശാബോധത്തോടു കൂടിയാണ്. നമ്മെ ദൈവം സൃഷ്ടിച്ചത് ദൈവ കുടുംബത്തിൻ്റെ ഭാഗമായി ദൈവത്തെ ആരാധിക്കാനാണ്. രക്ഷാകര ചരിത്രത്തിൻ്റെ ലക്ഷ്യസ്ഥാനം അങ്ങനെ ആരാധനയിലൂടെ രൂപപ്പെടുന്ന ദൈവിക ഐക്യമാണ് ദൈവ കുടുംബത്തിൻ്റെ ഭാഗമായി മാറുക എന്നതാണ്. ഈ ദൈവാരാധനയുടെ വിശദാംശങ്ങളാണ് ലേവ്യരുടെ പുസ്തകത്തിൽ നാം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും വായിക്കാൻ പോകുന്നതും വായിച്ചതും. ആരാധനയിൽ വന്നുപോയ പിഴവുകൾക്ക് നാം മാപ്പപേക്ഷിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ സ്വത്വബോധം, നാം നമ്മെ നിർവചിക്കുന്നത് നാം ആരാധകരാണ് എന്ന വിധത്തിലാണ്. ആരാധനയിൽ ഇന്നോളം സംഭവിച്ച എല്ലാ തെറ്റുകളും നമ്മുടെ ഒരു അസ്തിത്വ ബോധത്തിൻ്റെ, നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ, നമ്മളെ ദൈവം എന്തിനു സൃഷ്ടിച്ചോ അതിൻ്റെ ആ മാർഗത്തിൽ വന്ന അപജയങ്ങളായി കണ്ടുകൊണ്ട് ദൈവാരാധനയിൽ വന്ന എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കണം. കർത്താവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കാതെ, അങ്ങേക്ക് വേണ്ടിയാണ് അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കാതെ, ദൈവം പിതാവായും ഈശോ മൂത്ത സഹോദരനായും സ്വർഗം മുഴുവൻ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളായും മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു പോയി, ഒരു കുടുംബത്തിൻ്റെ സ്നേഹലാളനങ്ങൾ അനുഭവിക്കാൻ പരാജയപ്പെട്ടു പോയി, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകൾക്ക് മാപ്പ് ചോദിക്കുകയാണ്. ലോകമെമ്പാടും ദൈവത്തെ അറിയുന്ന എല്ലാ മക്കളും ദൈവാരാധനയിൽ വരുത്തിയ പിഴവുകൾ നിസ്സാരമല്ലെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, അതിനെല്ലാം അങ്ങ് ഞങ്ങൾക്ക് മാപ്പ് തരണമേ. നല്ല ആരാധകരാകാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. ആമേൻ. ഈ വചന വായനയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനിയേൽ അച്ഛൻ. മഹത്വം ഈശോയ്ക്ക് മാത്രം. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.